നിന്നോട് ഇങ്ങനെയാണോ ഇത് ചെയ്യാൻ പറഞ്ഞേ? നിനക്കൊന്നൊരു ഉത്തരവാദിത്വം ഇല്ലേ? നീ എടി അവൻ തുടങ്ങിയടി. അവനെ പറഞ്ഞിട്ട് എന്ത് കാര്യ? അവൾ ഇത്രയും കാലമായിട്ട് ഒന്ന് തെറ്റിക്കാതെ കൊണ്ടുപോയിട്ടുണ്ടോ? അവൾക്കത് കേൾക്കണം. എത്ര തവണ പറയാം അവളോട് തെറ്റിക്കല്ല. അവൾ ഒരു മിസ്റ്റേക്ക് എങ്കിലും വരുത്തും. പിന്നെ അവൾക്ക് കേട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആവർത്തിച്ച നിന്നെ ഇവിടുന്ന് പുറത്താക്കും. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. ഇത് നീ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? സോറി, ഇനി മിസ്റ്റേക്ക് വരുത്താതെ ഞാൻ നോക്കിക്കോളാം. 10 മിനിറ്റിനുള്ളിൽ അത് റെഡിയാക്കി ഇവിടെ എത്തിയിരിക്കണം. സാർ, അത് കുറച്ച് ടൈം വേണം ഇത് റെഡിയാക്കാൻ. ഇത് നിനക്ക് എത്ര മുന്നേ തന്ന വർക്കായത്? എനിക്കൊന്നും കേൾക്കണ്ട. ഇത് 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ സാർ. അവൻക്കുള്ളത് കൊടുത്തേ തീരൂ. എത്ര ഗേൾസാ അവനെ പേര് ജീവിക്കുന്നത്? അവനെ കിട്ടണം. നമുക്ക് അവനെ തെരഞ്ഞിറങ്ങാം. എടാ, ആദ്യം തേയൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. അത് ശരിയാ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇറങ്ങാം. നമുക്ക് ജാക്സനോട് പറയാം അവൻ എവിടെ ഉണ്ട് ഇപ്പൊ എന്നുള്ളത്. അവന് തെരഞ്ഞെടുത്തിട്ട് നമുക്ക് ഇറങ്ങിയാ പോരെ. മറ്റേത് നമുക്ക് കിട്ടിയെന്ന് വരൂല. അതാണ് നല്ലത്. ജാക്സാ, എന്താ? എടാ, ഇന്നലെ നമ്മൾ പമ്പ് പോയപ്പോ ഒരു ചെറുക്കനെ കണ്ടില്ലേ? അവന്റെ ഡീറ്റെയിൽസും കിട്ടണം. അവനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയണം. ഓക്കെ. അവനുള്ളത് നമ്മളെ ഓഫീസിൻ്റെ ബാക്കിലൊരു ഫ്ലാറ്റ് ഇല്ലേ, അതിൻ്റെ 5ാമത്തെ നിലയിലാണ് അവൻ്റെ റൂം. നെയിമ് ഫിറോസ്, ഏജ് 25. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കള്ളക്കടത്താണ് മെയിൻ. പിന്നെ ആള് ഇന്നലെ കണ്ട ആ പമ്പിൽ തന്നെ ഉണ്ട് ഇപ്പോൾ. നമുക്കങ്ങ് ഇറങ്ങിയാലോ? തേനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ? മറ്റേത് നമ്മളവനെ വെയിറ്റ് ചെയ്തിരുന്ന തേനെ അവനെ ഒന്ന് പോയി കളഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, വിളിച്ച് പറഞ്ഞാ മതി. ഹലോടാ, നീ ഇപ്പൊ ഫ്രീ ആണെങ്കിൽ നമ്മൾ ഇന്നലെ പോയ പമ്പക്കൊന്ന് വരുമോ? ആ വരാം. അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലടാ, സണീനോടും ജങ്ങിനോടും പറയണ്ടെന്ന് പറഞ്ഞേക്കേ. ആ, ഞാൻ മറന്ന്, ഒന്നും കൂടി വിളിക്കട്ടെ. ഹലോ തേ, സണ്ണീനോടും ജങ്ങിനോടും പറയണ്ട കേട്ടോ വരുന്നത്. ഇല്ലടാ, 2 കാർ എടുത്താ പോരെ? എല്ലാരും കൂടി 2-ല് പോവാ. മറ്റേത് വരിയായിട്ട് പോകുമ്പോ ആൾക്കാർക്ക് ഡൗട്ട് തുടങ്ങിയാലോ. ആ, അങ്ങനെ പോവാ. ജാക്സ, നീ സണ്ണിയും ജങ്ങും വരികയാണെങ്കിൽ പറഞ്ഞാ മതി. അവര് ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാണ്. ഇതിനൊന്ന് പറയണ്ട കേട്ടോ. ഓക്കെ, നിങ്ങൾ കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചോളാം. ദേടാ, അവനോട് നിപ്പുണ്ട്. നമ്മളെല്ലാരും കൂടി അവൻ്റെ അടുത്തേക്ക് പോകരുത്. നമ്മൾ 7ഉം വേറെ വേറെ സ്ഥലത്ത് നിൽക്കണം. എന്നിട്ട് അവൻ്റെ ഫേസിൽ പെപ്പർ സ്പ്രേ അടിച്ച് അവനിങ്ങോട്ട് ഒരാൾ കൊണ്ടുവരിക, കിട്ടുന്ന ആൾ കൊണ്ടുവരിക. ബാക്കി നമ്മുടെ ഗോഡൗണിൽ വെച്ച് കാണാം. ആളെ കിട്ടിയാൽ പെട്ടെന്ന് അവിടുന്ന് സ്ഥലം കളിയാക്കിക്കോണം. വേഗം കാർ വെച്ച് പോവാ. ഞങ്ങളെ നോക്കണ്ട, ഞങ്ങൾ വന്നോണ്ട്. ആ, ഓക്കെ. മോൻക്ക് നമ്മളറിയോ? ഏയ്, എങ്ങനെയാടാ നമ്മളറിയോന്? നിനക്കറിയോടാ ഞങ്ങളെ? ഓ സോറി, നിന്നെ വായ അടച്ചു വെച്ചേക്കുവാണല്ലേ. ഇപ്പൊ അയച്ചുതരാ. നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിവെച്ചേ? എന്നെ അയക്ക്. ഞാനും നിങ്ങൾ തമ്മിലൊരു ബന്ധമില്ല. പിന്നെ എന്താ നിങ്ങള് പ്രശ്നം? ഓ, നമുക്ക് വല്ല പരിചയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിനക്ക് ചില ഗേൾസുമായി നല്ല പരിചയാവും അല്ലേ? എന്റെ കെട്ടുവിടാൻ ഞാൻ പറഞ്ഞു. അത് എന്റെ ഇഷ്ടല്ലേ? അതെന്തിനാ നിങ്ങൾ നോക്കുന്ന? ഈടാ പന്നി, നിന്നെ പേടിച്ച് എത്ര ഗേൾസാടാ ഇവിടെ ഉള്ളത്. നീ ഓരോന്ന് കാണിച്ച് കൂട്ടിയിട്ട് അവര് ഭീഷണിപ്പെടുത്തുന്നല്ലേ? ഓരോ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അവർ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നു. നിന്നെ പോലെ ഉള്ളവരെ. എടാ, നമുക്ക് ഇവന്റെ തല വെട്ടിയാലോ? വേണ്ടോ, അവനൊക്കെ നരകിച്ചാവണം. എന്നിട്ട് അവൻ പറയണം എന്നെ ഒന്ന് കൊന്നു താങ്ങും. എടാ, ഇവനെ എന്ത് ചെയ്യണം? കൈകൾ വെട്ടണോ അതോ കാലുകൾ വെട്ടണോ? അത്രക്ക് വേണോ? അതിലും വലുതായാലല്ലേ നല്ലത്. നമുക്ക് ആസിഡിൽ മുക്കിക്കൊല്ലാം. ഇവൻ ഓരോ ഗേൾസിനെയും ചെയ്തത് ആലോചിച്ച് നരകിച്ച് ചാവണം അവന്. ഇപ്പൊ തന്നെ കാര്യങ്ങൾ തുടങ്ങാം. അപ്പൊ ചേട്ടാ, ഞങ്ങള് കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. കുറച്ചു നേരം ഇവിടെ പാട്ടൊക്കെ പാടിയേരി.
കേട്ടോ. ദാ പന്നി, ദാ അവന്റെ വായയില് ആ ടാപ്പ് ഒന്നും കൂടി ചുറ്റും, ഇല്ലെങ്കിൽ ചെവിക്കൊരു സുഖം ഉണ്ടാവില്ല. ഞങ്ങൾ പോയിട്ട് വരാൻ മോനെ, നീ പേടിക്കണ്ട. നീ ചെയ്തതിനല്ലേ ഞങ്ങൾ ശിക്ഷിക്കുന്നേ. എന്നെ ഇവിടെ നോക്ക്, എന്നെ ഇവിടെ നോക്കണ പന്നികളെ. ക്രിക്കങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ആസിഡിൽ മുങ്ങിയ ഒരു മൃതദേഹം. കൊന്നതാരാണെന്ന് അറിയില്ല, അന്വേഷണത്തിലാണ്. ആളെ കൊലപ്പെടുത്തിയത് ക്രൂരമായാണ്. ആളെ മനസ്സിലാവാത്ത രൂപത്തിലാണ് കണ്ടെത്തിയത്. ജനങ്ങൾ കണ്ട് പറയുന്നത് ഫിറോസ് ആണെന്നാണ്. ഫിറോസ് പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് ജയിലിലായിരുന്നു 2 വർഷം. ഇപ്പൊ ഇതാ 2 മാസത്തിന് ശേഷം ആൾ ഇറങ്ങിയതാന്ന് അറിഞ്ഞത്. ഇപ്പൊ കണ്ടതോ ഈ നിലയിൽ. ആ ആള് തന്നെയാണോന്ന് വ്യക്തമായി മനസ്സിലായിട്ടില്ല. അന്വേഷണത്തിന് ശേഷം വീണ്ടും കാണാം. ഇങ്ങനെ നിങ്ങൾ എന്റെ പിന്നാലെ വന്ന? ഓ, എന്തായാലും നന്നായി. നല്ല പണി തന്നെ കിട്ടി. അങ്ങനെ തന്നെ ആവണേ ചത്തത്. പക്ഷെ എന്നാലും ഇത് കുറച്ച് കടുപ്പായില്ലേ. എന്നാലും ഇത് ഇങ്ങേർക്ക് വേണം, കുറച്ച് കൂടുതലാ. നീ എന്ത് ക്രൂരത്തിയാടി ഇങ്ങനെയൊക്കെ പറയുന്നു നീ? ഒന്നുകൂടി, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ് ഇന്നലെ ജസ്റ്റ് മിസ്സായേ. അതിന് അവൾക്ക് മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താന്നും കൂടി അറിയില്ല. എന്നിട്ടാണ് അവളോട് പറയുന്നത്. ഇനി അവളെ തിന്നവരുണ്ടു. പിന്നെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തു പറയാനാ? ഓന്റെ പൊന്നു, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങളവിടെ ന്യൂസും കണ്ടിരുന്നു. ഞാൻ പോവാ കോളേജിക്ക്, പിള്ളേര് പോലിന്റെ ഒപ്പം.